ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ലൈക്ക് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് റമദാൻ പ്രമാണിച്ച് നമ്മൾ നനച്ചുകുളിപ്പണിയാണ്. ഇവിടെ അങ്ങനെ നനച്ചുകുളി എന്ന് വെച്ചിട്ട് ഒന്നും കേട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്യും. എൻ്റെ വീട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ഫുള്ള് കാര്യങ്ങൾ ക്ലീനാക്കും, എല്ലാം ചെയ്യും. അപ്പോൾ അതേപോലെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മുളക്, മല്ലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകി വെയിലത്തിടാന്ന് വിചാരിച്ചു. നല്ല വെയിലല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ അവർ പോയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ മോനുണ്ട് എൻ്റെ കൂടെ സഹായത്തിനായിട്ട്, പുതിയ അസിസ്റ്റൻ്റാണ്, എല്ലാ പണിക്കും കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ മുളക് ഒരു ഇതൊക്കെ കഴുകി, ഇനി മല്ലിയും കഴുകി അങ്ങനെ വേഗം കൊണ്ടുപോയിട്ട് വെയിലത്തിടാമെന്ന് വിചാരിച്ചു. ഇപ്പം ടെറസിൻ്റെ മേലൊക്കെ ആകെ ഇതായിട്ടൊക്കെ എടുക്കുന്നത് കാരണം ഇനി ടെറസ് ഒന്ന് നല്ല ലീക്കേജിങ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കണം മഴക്കാലമാകുമ്പോഴത്തേനും എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിനോട് കൂടി ക്ലീൻ ആക്കാമല്ലോ. ഇവിടെ കൊപ്ര ആട്ടുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം തെങ്ങൊക്കെ ഉണ്ടതുകൊണ്ട് കൊപ്ര ആട്ടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ചിരട്ടിയും കാര്യങ്ങളും ഇടയ്ക്ക് കല്ലും ഇതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റ്. അപ്പോൾ ഞാൻ വിരിക്കുമ്പോൾ അത് ഇനി ഇപ്പുറത്തെ ഭാഗം വിരിക്കുമ്പോഴത്തേനും അത് എൻ്റെ കൂടെ തന്നെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കല്ലൊക്കെ വെച്ച് വിരിച്ച്, പിന്നെ മുളക് രണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം പച്ചമുളക് വാങ്ങിയത് അങ്ങനെ എന്താ പറയുക ഉണങ്ങി എന്നൊക്കെയുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാട്ടോ. ഞങ്ങളെ ഫ്രണ്ടിൽ മാങ്ങ ഷെഡാണ് വരുന്നത്. മാങ്ങകളും കാര്യങ്ങളൊക്കെ ഒരു ഇതിൽ ഗോഡൗണിൽ കൊടുന്നിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് കയറ്റി കൊണ്ടുപോകണ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നല്ല വണ്ടികളുടെ ലോറികളുടെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു സീസണിൽ. റമദാൻ പ്രമാണിച്ച് റമദാനോട് അടുക്കുമ്പോഴൊക്കെ ഒരു സീസണാണല്ലോ, മാങ്ങയുടെ സീസൺ ആകുമ്പോഴൊക്കെ അങ്ങനെ ഭയങ്കര തിരക്കാവും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചണിൽ എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്, 2-3 ദിവസമായിട്ടോ കിട്ടിയിട്ട്. കാരണം പൈപ്പ് കുറച്ചേശ്ശെ വെള്ളം വരുന്നുള്ളൂ, ടാങ്കി ക്ലീൻ ആക്കാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ കുറേശ്ശെ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഞാനിട്ട് കുത്തി നോക്കി, പക്ഷെ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് റൂമിൻ്റെ അവസ്ഥ. ഞാൻ ആദ്യം റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു, പക്ഷെ ജനാലയമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ തുടക്കാൻ നമുക്ക് പറ്റത്തില്ല, തുറന്നിട്ടിട്ട് അങ്ങനെ നല്ലോണം ആൾക്കാരുണ്ട്, ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ആണുങ്ങളിനൊക്കെ റോഡ് സൈഡ് അത്ര അടുത്താണ്, കുറച്ച് മുറ്റുള്ളൂ ഫ്രണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു മടിയാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ക്ലീൻ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. നല്ലോണം അലമാരൊക്കെ ഒന്ന് നീക്കിയിട്ട് കർട്ടനും കാര്യങ്ങളും ഒക്കെ ഞാൻ കഴുകാനിട്ടു. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ രാത്രി ആകുമ്പോഴത്തേനും. അപ്പോൾ ആദ്യം കർട്ടനും കാര്യം ഒന്ന് പൊടി തട്ടിയിട്ട് കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ടു. അപ്പോൾ അവനിങ്ങനെ പൊടിയിൽ വന്ന് കളിക്കണം, അവനും ഉണ്ട്, കാലിൻ്റെ ഇടയിൽ കൂടെ പാത്തും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും നോക്കും വേണം, കാര്യങ്ങളൊക്കെ നടക്കും വേണം. അപ്പോൾ ഏകദേശം ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ടാണ് പിന്നെ അങ്ങനെ നിൽക്കണത് കേട്ടോ, വേഗം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ വേഗം തന്നെ കസാരൊക്കെ കൊടുന്നിട്ടിട്ട് കർട്ടനൊക്കെ ഊരി ഇടുകയാണ്. അപ്പം നിങ്ങളവിടെയൊക്കെ കഴിഞ്ഞോ നനച്ചുകുളിയും കാര്യങ്ങളും? അങ്ങനെ എല്ലായിടത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചില സ്ഥലത്ത് മാത്രം അങ്ങനെ എല്ലാം വലിച്ചു വാരിയിട്ട്. ഞാൻ എല്ലാം ഒന്നും വലിച്ചു വാരില്ല, പറ്റുന്ന രീതിയിൽ നമ്മളെ പൊടിയും കാര്യങ്ങളും മാറാതെ അങ്ങനെയുള്ളതൊക്കെ ക്ലീനാക്കി എടുത്തു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റോഡ് സൈഡ് വീടുള്ളവർക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ്, കാരണം നല്ല പൊടി കയറും. പൊടി എന്ന് വെച്ച് കഴിഞ്ഞാലും പോരാ, അത്ര പൊടിയാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വർഷം എൻ്റെ വീട്ടിലായിരുന്നു, കഴിഞ്ഞ വർഷം. അവിടുന്ന് പിന്നെ ഈ വർഷം വന്നപ്പോൾ അപ്പം ക്ലീൻ ആക്കിയതാണ് കേട്ടോ, എല്ലാം വാരി വലിച്ചിട്ടിട്ട് ക്ലീൻ ആക്കിയതാണ്. ഇത് ഞാൻ പിന്നെ ജനലും കമ്പിയൊക്കെ തുടക്കൽ കഴിഞ്ഞപ്പോൾ ഈ കബോർഡിൽ എൻ്റെ കല്യാണ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഷെൽഫിലാണ് വെക്കാറ്. ചെറുതായിട്ട് അടിയിലത്തെ ഒന്നും വെക്കാൻ പറ്റില്ല, ലീക്കിങ് ഉണ്ട്. മേലത്തേൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ റോ എടുത്തിട്ട് ക്ലീൻ ആക്കണോണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ കർട്ടനൊക്കെ വാഷിംഗ് മെഷീനിൽ വേഗം തന്നെ കൊടുന്നിട്ടു കേട്ടോ. അപ്പോൾ അത് അവിടെ കൊടുന്നിട്ട് ആയിക്കോളുമല്ലോ.
അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു, കമ്പിയും കാര്യങ്ങളൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം മോനക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെ അവൻ്റെ ഫുഡ് ഇടയിൽ ഞാനും അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടു. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആകെ അടിച്ചു വാരിയിട്ട് ഹിറ്റ് അടിച്ചിട്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. കാരണം ചെറിയ കുട്ടികൾ, കാരണം എൻ്റെ ഡ്രസ്സുകൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ വെട്ട് കഷ്ണങ്ങളും ബാക്കിയുള്ളതും കാര്യങ്ങളും അങ്ങനെയാണ് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, പാമ്പേഴ്സ് വാങ്ങിയതാണ് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം മറ്റവർക്ക് രണ്ടുപേർക്കൊന്നും വാങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ഇവനക്ക് എല്ലാവരും എത്തുന്നില്ല. രാവിലെ നൈറ്റിൽ മാത്രം ഇട്ട് കൊടുക്കുള്ളൂ. മറ്റവർക്കൊന്നും ഒക്കെ ഡയപ്പർ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ഓരോ കൊല്ലം തോറും നമുക്കും പ്രായമാവല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഡെയിലി എന്നും നൈറ്റിലിടാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് വാങ്ങാറ്. കുറച്ചധികം അങ്ങോട്ട് വാങ്ങിയേക്കും. അപ്പോൾ ഒരു 6 രൂപ ഒക്കെ ഒരെണ്ണത്തിന് വരുള്ളൂ, അത് മതിയല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്ത് ചെയ്തു, വലിച്ചിട്ട് മോള് ഉണ്ടോ ഓരോ കവറിലാക്കി വെക്കും കേട്ടോ. ഇന്നേഴ്സ്, അതേപോലെ കുപ്പായങ്ങൾ, പാൻറ്റുകൾ, അങ്ങനെയൊക്കെ ഓരോ കവറിലാക്കി വെക്കും. മൂത്തോള് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അതേപോലെ തന്നെ വെച്ചു. അപ്പം അവർ രണ്ടുപേരുടെയും കൊട്ടകൾ അവർ തന്നെ ആയിട്ട് മാനേജ് ചെയ്യാറ്. പിന്നെ രണ്ടാമത്തോളം മാത്രമാണ് ഞാൻ ഹൈറ്റിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എടുത്തു കൊടുക്കേണ്ട പരിപാടിയൊക്കെ വരും. കാരണം കുളി കഴിഞ്ഞാൽ നമ്മൾ തന്നെ എടുത്തു കൊടുക്കുക, എല്ലാം കൂടി അടിയിൽ വെക്കാൻ ഉള്ള റോയും ഇല്ല. അപ്പോൾ പിന്നെ എടുത്തു കൊടുക്കാൻ തന്നെ മാർഗമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുക. അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ ഇതൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ആക്കെ എടുത്തിട്ട് ഞാൻ വെയിലത്തിട്ടു. അത് പിന്നെ ഇനി അവിടെ കിടന്നിട്ട് ഉണങ്ങിക്കോളുമല്ലോ. അപ്പോൾ എന്നിട്ട് പിന്നെ ബാക്കി പണികൾക്ക് നിന്നത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കൂടെ തന്നെ നടക്കുന്നത്, ഉറങ്ങിയിട്ടേ ഇല്ല, നല്ല പൊടിയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് അലർജി വന്നില്ല, എന്താണാവോ. മറ്റേത് പൊടി അടുത്ത് കൂടെ ആകുമ്പോൾ തന്നെ ഞാൻ 4 ദിവസം തുമ്മി നടക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് വേറെ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഒരു അലർജിയുള്ള ആളാണ് കേട്ടോ ഞാൻ. അലർജി എന്ന് പറഞ്ഞാലും പോരാ, അത്ര അലർജിയുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഒരു 1 മാസത്തിൻ്റെ അടുത്ത് കഷ്ടി 3-4 ആഴ്ച ആവണം ഒരു മരുന്ന് ഞാൻ യൂസ് ആക്കുന്നുണ്ട്. അപ്പം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഒരു തുമ്മൽ പോലും ഇത്രയും പൊടി ഉണ്ടായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഫസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന ദിവസത്തിൽ കുറച്ച് മുന്നേ സ്റ്റോർ റൂം ക്ലീനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോർ റൂമൊക്കെ അന്ന് ഞാൻ തുമ്മി ഒരു ഇതായിട്ടുണ്ട്. 4-5 ആഴ്ച അത്രയും തുമ്മലായിരുന്നു. നീരൊഴിച്ച പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറാൻ നല്ല പണിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അൽഹംദുലില്ലാ അതിനൊരു കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മോനിക്ക് കുറച്ച് മിച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വേണം. അപ്പോൾ മിച്ചറാകുമ്പോൾ ഇങ്ങനെ പറിക്കുന്നത്, കടല കൊടുക്കില്ല കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മക്കളൊക്കെ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടായി. അപ്പം മുളകും വലിയ ഉണങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അടിയിലത്തെ എല്ലാ വീടുകളും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ വരുമ്പോഴത്തേനും. അപ്പം ഞാനത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളെ കൂടി ഇട്ടിട്ട് വെയിലത്തിട്ടിട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു. റൂമെല്ലാം ക്ലീൻ ആക്കലും കാര്യങ്ങളും നൈറ്റായിട്ടോ. ഇനി ബാക്കി ഓരോ ദിവസം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.